ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ലാന്ന് ഇപ്പം തന്നെ മനസ്സിലായല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ സാൻ ഫ്രാൻസിസ്കോയുടെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ലൊംബാർഡ് സ്ട്രീറ്റും ഫിഷർമെൻസ് വോഫും. സാൻ ഫ്രാൻസിസ്കോയുടെ ഈസ്റ്റ് വെസ്റ്റ് സൈഡിലാണ് ഈ സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത്. ലൊംബാർഡ് സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു സ്ട്രീറ്റിനെ പ്രത്യേകതയുള്ളതാക്കുന്നത് എന്താണെന്നറിയാമോ? 600 ഫീറ്റിനുള്ളിൽ 8 ഹെയർ പിൻ കർവ്സ് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഇത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുള്ളതല്ല കേട്ടോ. ഇത് വളരെ കുത്തനെയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വണ്ടികൾക്കും ഇതുവഴി സേഫ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഓണറായിട്ടുള്ള കാൾ ഹെൻറി എന്ന് പറഞ്ഞ ആളാണ് ഇങ്ങനെ ഒരു പ്ലാൻ സജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ സേഫ് ആയിട്ട് വണ്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. അങ്ങനെ അതിനനുസരിച്ച് 1922 ഈ ഒരു ക്രൂക്കഡ് സ്ട്രീറ്റ് ഉണ്ടായത്. അല്ലാതെ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല. പക്ഷേ ഇപ്പോൾ ഒരു വർഷം 2 മില്യൺ ആൾക്കാരിൽ കൂടുതൽ ഈ ഒരു സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സമ്മറിൽ ഒരു ദിവസം 17,000 ആൾക്കാരിൽ കൂടുതലാണ് വരുന്നത്. എൻ്റെ ചേച്ചി ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ ചേച്ചി പറഞ്ഞത് ഇതിൻ്റെ 2 സൈഡും ഭയങ്കര ശേലായിരുന്നു, നിറയെ പൂക്കളായിരുന്നു എന്ന്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പൂവിൻ്റെ സീസൺ അങ്ങോട്ട് വന്ന് തുടങ്ങിയിട്ടില്ല. വളരെ കുറച്ച് പൂക്കളേ ഉള്ളായിരുന്നു. എങ്കിലും ഇതുവഴി ഒരു പ്രാവശ്യം ഒന്ന് പോകാൻ പറ്റിയത് ശരിക്കും ഒരു അനുഭവം തന്നെയായിരുന്നു. ഈ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ സിക്സാഗായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് 600 ഫീറ്റ്. അല്ല, ഇത് നേരെയായിട്ട് അളക്കുകയാണെന്നുണ്ടെങ്കിൽ 412 ഫീറ്റേ ഉള്ളേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏതാണ്ട് ആ വണ്ടികൾ വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ഞാൻ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ കുറച്ചുകൂടെ വെഹിക്കിൾസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ വളവ് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകുമായിരുന്നു. സ്ട്രീറ്റിൻ്റെ നേരെ എതിർവശത്തുള്ള ഒരു റോഡുണ്ട്. ഞാൻ അവിടെ നിന്നൊരു പിക്ചർ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന്. കുത്തനെ താഴ്ചയും പിന്നെ ഒരു മലയിലോട്ട് കയറുന്നത് പോലെയാണ്. ഇതാണ് ആ പിക്ചർ കേട്ടോ. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ ആ സ്ഥലമൊന്നും ഇടിച്ചു നിരത്താതെ അതേ രീതിയിൽ തന്നെയാണ് അവർ വീട് വെച്ചങ്ങ് പോയിരിക്കുന്നത്. അതുതന്നെയാണ് ആ സ്ഥലത്തിൻ്റെ ഭംഗി. അവിടുന്ന് നേരെ ഇറങ്ങി വന്നത് വീണ്ടും ഒരു കുത്തനെ ഒരു ഇറക്കത്തിലോട്ടാണ്. അപ്പോൾ ഈ നേരെ നിങ്ങൾ കാണുന്നതാണ് അൽക്കട്രാസ് ദ്വീപും ജയിലും. അൽക്കട്രാസ് ദ്വീപിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വീഡിയോ എനിക്കിതാണ് കിട്ടിയത്. ഞങ്ങൾ ഒരു ദിവസം അൽക്കട്രാസിൽ പോകാനിരുന്നതാണ്. പക്ഷേ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 6 മണിക്കൂർ ഇരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അതങ്ങ് ക്യാൻസലാക്കിയത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ പോകാൻ നിശ്ചയിച്ചിരുന്ന ഫിഷർമെൻസ് വോഫിൽ. അവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനും വരുന്നത്. ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഈ ഒരു സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിനും അവിടുത്തെ ഭക്ഷണ രീതികൾക്കും അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾക്കും കടകൾക്കുമൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഒരുപാട് സുവനീർ ഷോപ്പുകളും ഒരുപാട് കൊച്ചു കൊച്ചു ക്യൂരിയോസ് കിട്ടുന്ന കടകളും. പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് റെസ്റ്റോറൻറ്റ്സ് തന്നെയാണ്. ഭക്ഷണം കഴിക്കാനും അവിടുത്തെ കാഴ്ചകൾ കാണാനുമൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ആ നേരെ എഴുതി കാണുന്നുണ്ടല്ലോ, പിയർ 39. അവിടെയാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാമേ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ളതുപോലെ തന്നെ ആൾക്കാർ, അല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ വെയിലൊക്കെ കൊണ്ട് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ആൾക്കാർ കൂടുതൽ. അതിനിടയിൽ വളരെ യാദൃച്ഛികമായിട്ടൊരു ഫ്രൂട്ട് ഷോപ്പും കണ്ടു. ഈ ഒരൊറ്റ ഫ്രൂട്ട് ഷോപ്പേ കണ്ടുള്ളൂ. പക്ഷേ അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറീസും പീച്ച്, പ്ലം, സ്ട്രോബെറി, ഓറഞ്ച്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. സ്ട്രോബെറിയുടെയൊക്കെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരിക്കൽ പോലും അങ്ങനെ ഇത്ര വലിപ്പത്തിലുള്ള സ്ട്രോബെറി കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ അതിന് പറ്റിയ ഒരു ക്ലൈമറ്റും ഒക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കാം ഇത്രയും നല്ല വലിപ്പത്തിലുള്ള സ്ട്രോബെറിയൊക്കെ കിട്ടുന്നത്. പിന്നെ ഈ ചെറിയ വലിപ്പത്തിലുള്ള ഓറഞ്ചും അത് മിക്കവരുടെയും കയ്യിലിരിക്കുന്നത് കാണാം കേട്ടോ. ഞങ്ങൾ പിയർ 39 പോക്കിൻ്റെ ഇടയിലാണ് ഞാൻ ഇത് ഇത്രയും കാണിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, പിയർ 39 ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്നതെന്ന്. അതിന് ഒരു പ്രത്യേകിച്ചൊരു കാരണമുള്ളത്, സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയുടെ വളരെ നല്ലൊരു വ്യൂവും പിന്നെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെയും അൽക്കട്രാസിൻ്റെയും ഒക്കെ നല്ലൊരു വ്യൂ അവിടുന്ന് കിട്ടും. അത് തന്നെയല്ല, അവിടെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശകരായിട്ട് കുറച്ച് പേര് എത്താറുണ്ട്, കാലിഫോർണിയ സീ ലയൺസ്. പക്ഷെ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല കേട്ടോ. ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ചിങ്ങി വരണമായിരുന്നല്ലോ. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ഓടിച്ച് കണ്ടതേ ഉള്ളൂ. ഇതാണ് പിയർ 39 ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ച. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ മുഴുവനും കൊച്ചു കൊച്ചു ക്യൂരിയോ ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സും സുവനീർ കടകളും മാത്രമാണ്. എല്ലാവരും ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ആ സ്ഥലം ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നവരെയാണ് നമുക്കവിടെ മുഴുവനും കാണാൻ പറ്റുന്നത്. നല്ല തിരക്കുമാണ്.
ഞങ്ങൾ ഈ 2 ഡെക്ക് ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് മുകളിലത്തെ ഡെക്കിൽ പോയിരുന്ന് കഴിച്ചില്ല. കാരണം നല്ല വെയിലായിരുന്നേ. അത് കാരണം ഞങ്ങൾ ഇച്ചിരി തണലുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. വെള്ളത്തിനോടടുത്ത് തന്നെ, കടലിനോടടുത്ത് തന്നെ. ഞാൻ അവിടെ ഫിഷ് ആൻഡ് ചിപ്സ് ഓർഡർ ചെയ്തു, ഒരു കോഫി ഓർഡർ ചെയ്തു. അമ്മാമ്മ ബേക്ക് ഫിഷ് ആയിരുന്നു എന്ന് തോന്നുന്നു ഓർഡർ ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ ഒരു മൊഹീറ്റോയും പിന്നെ ക്ലാം ചൗഡർ എന്ന് പറയുന്ന സൂപ്പ്, അത് അവിടെയൊക്കെ വളരെ ഫേമസ് ആണ്, പ്രത്യേകിച്ചും സാൻ ഫ്രാൻസിസ്കോയിൽ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ സത്യം പറഞ്ഞ പേര് മറന്നുപോയി. നല്ല 2 ഐസ്ക്രീമും കഴിച്ചു. ഞാൻ മാംഗോ ഐസ്ക്രീമും അമ്മാമ്മ ചോക്ലേറ്റ് ഐസ്ക്രീമും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട്. ഏതാണ്ട് ഒരു 2 മണിക്കൂറുണ്ടായിരുന്നേ. ഇതാണ് എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് കയറുന്ന ആ ഒരു സ്ഥലം. എനിക്ക് ഈ ഒരു ഡ്രൈവ് വേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള വേലി പോലെ തടി കൊണ്ടൊക്കെ വേലിയൊക്കെ കെട്ടി 2 സൈഡിലും നിറയെ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട്. പക്ഷേ ചെടികളൊക്കെ അങ്ങോട്ട് പൂത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാ വീടുകളുടെ മുമ്പിൽ ഏതാണ്ട് ഒരുപോലെ തന്നെ വൈറ്റ് റോസസ് ആണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. ഇനി ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് അവിടുത്തെ ജിമ്മ് കേട്ടോ, ചേച്ചിയൊക്കെ പോകുന്ന ജിമ്മ്. ഇനി ഏതാണ്ട് ഒരുപോലെയാണ് വീടുകളെല്ലാം, ഇങ്ങനെ അടുത്തടുത്താണ് വീടുകൾ. കാണാൻ എന്ത് ഭംഗിയും ക്യൂട്ടും ആയിരിക്കുന്നല്ലേ, കൊച്ചു കിളിക്കൂട് പോലെയുള്ള വീടുകൾ. മുൻവശം എല്ലാ വീടിൻ്റെയും വളരെ ഇടുങ്ങിയതാണ്, പക്ഷേ അകത്തോട്ട് നല്ല സ്പേഷ്യസുമാണ്. ഏറ്റവും അവസാനം ഞാൻ ചേച്ചിയുടെ വീട് കാണിക്കാം. ഇതിപ്പോൾ അവിടെ ആ ഒരു വീടുകളുടെ ചുറ്റിനും നടുക്കൂടെ കുറേ വീടുകളുണ്ട്, അതിൻ്റെ ചുറ്റിനും കുറേ വീടുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെയുള്ള റോഡിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ആ വീടിൻ്റെ ആ പരിസരം എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ ഒരു സ്ഥലം എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നമുക്ക് രാവിലെ നടക്കാനൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും പോകാനായിട്ട് നല്ല ഒരു റൗണ്ടുണ്ട്. എല്ലാവരും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയക്കാരുമാണ്. ചേച്ചിയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് താമസിക്കുന്നത് ചൈനക്കാരാണ്. അവിടെ 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ഞാൻ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ നേരെയാണ് ആ കുഞ്ഞുങ്ങളുടെ വീടിൻ്റെ ബെഡ്റൂം എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ ടോയ്സ് ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ ജനലിൻ്റെ അവിടെ ഇരുന്നാണ് ഈ വീഡിയോയ്ക്കൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അവരെന്നെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുന്നത് കണ്ട് ഞാൻ എന്താ ഈ ചെയ്യുന്നതെന്ന്, ഇവർക്കെന്താ വട്ടാണോ ഗ്ലാസ്സിലോട്ട് നോക്കിയിരുന്ന് വർത്തമാനം പറയുന്നതെന്നായിരിക്കും അവർ വിചാരിച്ചത്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഈ ചാനലും ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ ഒരു ട്രാവലിംഗ് വീഡിയോസ് ഷെയർ ചെയ്യുന്ന ഒരു ചാനലല്ല എൻ്റെത്. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഉറപ്പുള്ള ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സമയം പോലെ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. അപ്പം നമ്മുടെ ചേച്ചിയുടെ വീട് എത്താറായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ ഏതാ ചേച്ചിയുടെ വീടെന്ന്. ശരിക്കും ഞങ്ങൾ ഈ വീഡിയോ എടുക്കാനായിട്ട് 2 റൗണ്ട് അതുവഴി പോയി. കാരണം ആദ്യത്തെ പ്രാവശ്യം വീഡിയോ എടുത്ത് ഇങ്ങനെ ക്യാമറ പിടിച്ച് എല്ലാം എടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ക്യാമറ ഓണാക്കിയിട്ടില്ല. പതിവ് അബദ്ധം തന്നെ. അപ്പോൾ ക്യാമറ ഓണാക്കാഞ്ഞത് കൊണ്ട് വീണ്ടും ആ വന്ന വഴിക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ക്യാമറ ഓണാക്കി പോയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് നേരത്തെ തന്നെ നിങ്ങളോട് ബൈ പറയുകയാണേ. കാരണം ഈ വീഡിയോയുടെ ഏറ്റവും അവസാനമാണ് ചേച്ചിയുടെ വീട് കാണിക്കുന്നത്, 108. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് ബൈ പറയാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്